ഹലോ ഗായ്സ്, വെൽക്കം ടു വൺ ക്വസ്റ്റ്യൻ വൺ കൺസെപ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലൊരു ക്വസ്റ്റ്യൻ ആണ്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് December 2025 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് സം ഫോം ഓഫ് ബാക്ടീരിയ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസീസസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ചില വൈറസുകളുടെ പേരുകൾ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ലൈഫ് സയൻസ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ പല ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ? സുവോളജി, ബോട്ടണി, മൈക്രോബയോളജി, ബയോടെക്നോളജി. ഇപ്പോൾ മൈക്രോബയോളജിക്കാർക്ക് ബാക്ടീരിയ അറിയായിരിക്കും, ബോട്ടണിക്കാർക്ക് ഡിസീസസ് അറിയായിരിക്കും, ബയോടെക്നോളജി സംബന്ധമായിട്ട് വൈറസസും, മൈക്രോബയോളജിക്കാർക്ക് വൈറസസും ഒക്കെ അറിയായിരിക്കും. ബാക്കി സുവോളജിക്കാർക്കും എല്ലാം ജനറൽ ആയിട്ടുള്ളതായിട്ടായിരിക്കും അറിയാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ കൂടെ ചെയ്യാൻ പറ്റുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കാം. അതിൽ വന്നിരിക്കുന്ന ബാക്ടീരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം, അതിൽ വന്നിരിക്കുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന അതേ ഒരു ബാക്ടീരിയാസും ഡിസീസസും ഒക്കെ തന്നെയാണ് അടുത്ത വർഷം പൊതുവേ റിപ്പീറ്റ് ചെയ്ത് ഓപ്ഷൻസിൽ കാണപ്പെടുന്നത്. അപ്പം അതൊന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അടുത്ത് വരുന്ന എക്സാമിന് നമുക്കൊരു എലിമിനേഷൻ എങ്കിലും ചെയ്യാൻ പറ്റും. ആ ഒരു പർട്ടിക്കുലർ ഡിസീസോ ബാക്ടീരിയോ വൈറസോ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ എലിമിനേഷൻ വഴിയെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇത് എന്താ നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫൈറ്റോപാത്തോജനിക് ബാക്ടീരിയ പ്രീഡോമിനന്റ്ലി ട്രാൻസ്മിറ്റഡ് ത്രൂ ഇൻസെക്ട്? ഇതില് ഏത് ഫൈറ്റോപാത്തോജനിക് ബാക്ടീരിയ, അതായത് ഫൈറ്റോ പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന ബാക്ടീരിയാസ് ആണ് ഇത് 4 അപ്പോൾ ഇതിലേതാണ് ഇൻസെക്റ്റ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബാക്ടീരിയ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് എന്താണ്? സാന്തോമോണാസ് ഒറൈസിയെ, റാൽസ്റ്റോണിയ സോളനേസേറിയം, സൈലല്ല ഫാസ്റ്റിയോസ, സ്യൂഡോമോണാസ് സിറിഞ്ചിയ. അപ്പം നമുക്ക് ചിലവർക്ക് നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ, നമുക്ക് ഓരോന്നോരോന്ന് ഡിസ്കസ് ചെയ്യാം. സാന്തോമോണാസ് ഒറൈസിയെ. അപ്പോൾ ഒരു ജനറൽ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് മനസ്സിലാവും, ഒറൈസിയ ഈസ് ലൈക്ക് റൈസ്. അപ്പോൾ റൈസിൽ വരുന്ന ഒരു ഡിസീസ് ആണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ ബാക്ടീരിയയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് റൈസിൽ വരുന്നിട്ടുള്ള റൈസിന് ലീഫ് ബ്ലൈറ്റ് ഡിസീസ് വരുത്തുന്നതാണ് ഈ പറയുന്ന സാന്തോമോണാസ് ഒറൈസിയെ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ. മെയിൻലി ഈ ഒരു ഡിസീസ് വരുത്തുന്ന ബാക്ടീരിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഇൻസെക്റ്റ് വഴിയിട്ട് അല്ല. പൊതുവെ എങ്ങനെയാണ്? റെയിൻ സ്പ്ലാഷോ, അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ഫാം ടൂൾസോ, അല്ലെങ്കിൽ എന്താ പറയുക ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സീഡ്സോ, ക്രോപ്പ് റെസിഡ്യൂവോ, അങ്ങനെയുള്ള രീതിയിലുമാണ് മെയിൻലി ഈ ബാക്ടീരിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ട്രാൻസ്മിഷൻ ഇസ് നോട്ട് ഇൻസെക്ട് എന്ന് പറയുമ്പോൾ ഇതായിരിക്കത്തില്ല ഓപ്ഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ബാക്ടീരിയ ഏതാന്ന് നോക്കാം. റാൽസ്റ്റോണിയ സോളനേസേറിയം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വലുതായിട്ടും ജനറൽ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇത് മെയിൻലി ഒരു സ്പെസിഫിക് പ്ലാന്റ് എന്നില്ല, ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്ലാന്റ്സിനെ ഈ ഒരു ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഇതിൻ്റെ പാത്തജൻ സ്പ്രെഡ് ചെയ്യുന്നത് ഇൻസെക്റ്റ് വഴിയിട്ടല്ല, ത്രൂ സോയിൽ ഓർ വാട്ടർ വഴിയിട്ടാണ് ഈ ഒരു ബാക്ടീരിയയുടെ സ്പ്രെഡ് നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ സപ്പോസ് ഒരു പ്ലാന്റ് മെറ്റീരിയൽ, കട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് മെറ്റീരിയൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീഡ്ലിങ്, അപ്പോൾ ആ ഒരു പ്രീവിയസ് മദർ പ്ലാന്റിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും പിന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സോയിൽ വഴിയിട്ടോ അല്ലെങ്കിൽ വാട്ടർ വഴിയിട്ടായിരിക്കും ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻസ്, നോട്ട് ബൈ ഇൻസെക്ട് ബോൺ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. തേർഡ് ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? സൈലല്ല ഫാസ്റ്റിഡയോസ. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലായും, സൈലല്ല ഈസ് സംവാട്ട് റിലേറ്റഡ് വിത്ത് സൈലം. അങ്ങനെ ഓർത്തിരിക്കാമല്ലോ. അതായത് സൈലം എന്ന് പറയുമ്പോൾ പ്ലാന്റിന്റെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഒരു ഭാഗമാണ് മെയിൻലി സൈലം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത് ശരിക്കും ഒരു ഇന്റേണൽ ഭാഗമാണ്, എക്സ്റ്റേണലുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഇൻസെക്ട് ട്രാൻസ്മിഷന് ചാൻസ് ഉണ്ട്. വെള്ളം വന്നാലോ മഴ വന്നാലോ വാട്ടറിലൂടെ ഒന്നും ഈ ഒരു സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഞാനൊരു കോമൺ സെൻസ് മുഖേന ഉത്തരം പറഞ്ഞു തരാൻ നോക്കുന്നതാണ്. അപ്പോൾ സൈലം അകത്താവുമ്പോൾ എന്തെങ്കിലും വന്ന് ഇതിന്റെ ഉള്ളിലേക്ക് വന്നാലേ ഒരു ബാക്ടീരിയ ട്രാൻസ്മിഷൻ നടക്കത്തുള്ളൂ. ബിക്കോസ് സൈലല്ല ഫാസ്റ്റിയോസ എന്ന് പറയുമ്പോൾ സൈലത്തിൽ ഇൻഫെക്ട് ചെയ്യുന്ന ബാക്ടീരിയ ആണ്. അപ്പോൾ ഇവിടെ ഇൻസെക്റ്റ് വഴിയുള്ള സ്പ്രെഡിന് വളരെയധികം ചാൻസസ് ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ബാക്ടീരിയ ആണ് മെയിൻലി ഇൻസെക്ട് വയ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഡിസീസിന്റെ പേരാണ് പിയേഴ്സ് ഡിസീസ്.
പിയേഴ്സ് ഡിസീസ് മെയിൻലി നമ്മുടെ ഗ്രേപ്പിൻ്റെ വൈൻ ഭാഗത്തൊക്കെയാണ് മെയിൻലി ഈ പറയുന്ന ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെങ്ങനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്? ഒരു സ്പെസിഫിക് ഫോം ഓഫ് ഇൻസെക്റ്റ് ഇവരുടെ സാപ്പിൽ വന്ന് സൈലത്തിൽ വന്ന് അതിൻ്റെ ആ ഒരു വാട്ടർ ആ ഒരു സാപ്പ് കുടിക്കുമ്പോഴാണ് മെയിൻലി ഇപ്പം ലീഫ് ഹോപ്പർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ബഗ് ആവാം. ആ ബഗ്സ് വന്നിട്ട് ഈ ഒരു സൈലത്തിൽ നിന്ന് അതിൻ്റെ ഫ്ലൂയിഡ് കുടിക്കുമ്പോഴാണ് ഈ ബാക്ടീരിയ ഇവിടെ ഇരിക്കുന്ന സൈലത്തിൽ ഇരിക്കുന്ന ബാക്ടീരിയ ഈ ഒരു ഇൻസെക്റ്റ് അബ്സോർബ് ചെയ്യുകയും ഇനി ഹെൽത്തി പ്ലാന്റിൽ പോയി ഇത് പിന്നെയും സാപ്പ് കുടിക്കുമ്പോൾ ഹെൽത്തി പ്ലാന്റിലേക്ക് സ്പ്രെഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ത്രൂ ഇൻസെക്റ്റ് ആണ് ഇതിനെ സ്പ്രെഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇൻസെക്റ്റ് വഴി സ്പ്രെഡ് ചെയ്യുന്ന മേജർ ഡിസീസ്. നമുക്ക് ഇതും കൂടി നോക്കാം. നാലാമത്തെ എന്ന് പറയുന്നത് സ്യൂഡോമോണസ് സിറിഞ്ചിയാണ്. സ്യൂഡോമോണസ് സിറിഞ്ചി എന്ന് പറയുമ്പോൾ ഒരു ഒത്തിരി ഡിസീസസ് പ്ലാന്റ്സിന് കോസ് ചെയ്യുന്നുണ്ട്. ഇതും മെയിൻലി വയ വിൻഡ്, റെയിൻ സ്പ്ലാഷ് അല്ലെങ്കിൽ ത്രൂ കോണ്ടാക്ട് വഴിയിട്ടാണ് മെയിൻലി ഈ പറയുന്ന ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ നമുക്ക് അറിയില്ല, ഈ ക്വസ്റ്റ്യനെ അറിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് കോമൺ സെൻസിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് റൈസ് എന്ന് മനസ്സിലാവും. സൈലല്ല എന്ന് പറയുമ്പോൾ സൈലും റിലേറ്റഡ് സംതിങ് ആണ്. അപ്പോൾ സൈലം അകത്തായതുകൊണ്ട് മെയിൻലി ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ റിസ്ക് എടുത്ത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ ഒരു 4 ഓപ്ഷൻസ് ഈ ഒരു ബാക്ടീരിയയെ കുറിച്ച് മനസ്സിലായി. ഇത് ഫൈറ്റോ പാത്തോജനിക് ബാക്ടീരിയ ആണെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് CSE ആണ്. ഈ ഒരു ബാക്ടീരിയ വന്നാൽ ഉറപ്പായിട്ടും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി എടുക്കുകയാണെങ്കിൽ കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തിക്കാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഉപകാരപ്പെടുന്നതാണെന്ന് തോന്നുകയാണെങ്കിൽ പുതിയ അതായത് CSIR ആസ്പിറൻസിന് ഇത് ഷെയർ ചെയ്ത് അവർക്കും അറിവുകൾ പങ്കുവയ്ക്കുക. സോ സ്റ്റേ ട്യൂൺ.